ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സംഭവവികാസങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ലോ അക്കാദമിയുടെ അംഗീകാരം റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉയർന്നു വന്നത്. UDF-ഉം CPI-യും പ്രമേയം ഉന്നയിച്ചു. എന്നാൽ വോട്ടെടുപ്പിൽ പ്രമേയം തള്ളുകയാണ് ഉണ്ടായത്. ഇന്നത്തെ സാഹചര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതായാലും ലോ അക്കാദമി വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പൽ നിന്ന വിഷയം പല തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ സിൻഡിക്കേറ്റിൽ നടന്ന വിഷയങ്ങളടക്കം ഉള്ള കാര്യങ്ങളിലേക്കാണ് ഇന്ന് സംഭവങ്ങൾ എത്തി നിൽക്കുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ വിവിധ അതിഥികൾ ചേർന്നതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ഉള്ളത് ഡോക്ടർ M. ജീവൻലാലാണ്. അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ. ഒപ്പം തന്നെ ശ്യാം രാജ് ABVP സ്റ്റേറ്റ് സെക്രട്ടറി. ഇവർ രണ്ടുപേരും ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ M. ജീവൻലാൽ, ഇന്നിപ്പോൾ സിൻഡിക്കേറ്റിൽ നടന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ ഈ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നൊരു ആരോപണം അത് സിൻഡിക്കേറ്റിലെ വിഷയങ്ങളിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളിൽ പോലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പുറത്ത് ചർച്ചകൾ നടന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയവും ഇന്നിപ്പോൾ സിൻഡിക്കേറ്റിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നിലപാടും അങ്ങനെയാണ്. ഇന്നത്തെ സിൻഡിക്കേറ്റ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും രക്ഷകർത്താക്കളും മാത്രമല്ല പൊതുസമൂഹവും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷം അതിന് എതിരായി നിന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത്. വളരെ ദുഃഖകരമാണ്. അതിനേക്കാൾ എനിക്ക് വളരെ പ്രയാസം തോന്നി മറ്റൊരു കാര്യം, ഇന്ന് സിൻഡിക്കേറ്റ് ആരംഭിക്കുമ്പോൾ ചെയറിൽ ഉണ്ടാകേണ്ട വൈസ് ചാൻസലർ ഉണ്ടായിരുന്നില്ല. PVC ആണ് ചെയർ ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, വൈസ് ചാൻസലർ എവിടെ? അദ്ദേഹം നൽകിയ ഒരു ഒഴുക്കൻ മറുപടിയാണ്, അദ്ദേഹം മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും പ്രമാദമായ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം കൂടിയ ഒരു അർജൻറ്റ് സിൻഡിക്കേറ്റിൽ വൈസ് ചാൻസലറുടെ അഭാവം എന്ന് പറയുന്നത് വളരെ ദുരൂഹത ഉളവാക്കുന്നതാണ്. അദ്ദേഹം വരേണ്ടതായിരുന്നു, പക്ഷെ അദ്ദേഹം വന്നില്ല. ഇതിനകത്തൊരു സീക്രട്ട് അജണ്ട ഉണ്ട് എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നൊരു സാഹചര്യമായിരുന്നു. അത് ഞാൻ ഇന്നത്തെ സിൻഡിക്കേറ്റിൽ തുറന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ യൂണിവേഴ്സിറ്റി ഹാജരാക്കേണ്ട പല ഡോക്യുമെൻസും ഹാജരാക്കിയില്ല. ഞാൻ ഓരോന്നോരോന്നായി ചോദിച്ചപ്പോഴത്തേക്കാണ് ഓരോന്നോരോന്ന് ഫോട്ടോ കോപ്പി എടുത്ത് കൊണ്ടുവരുന്നത്. 2 മണിക്ക് തുടങ്ങിയ യോഗത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കത്തുകളും ഡോക്യുമെൻസും എല്ലാം മേശപ്പുറത്ത് വരാൻ പിന്നെയും എടുത്തു ഒരു 3/4 മണിക്കൂർ. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ അക്കാഡമിയിൽ നിന്ന് കിട്ടിയ 3 ലെറ്റേഴ്സ് കിട്ടി. ഇത് തന്നെ വളരെ കൺഫ്യൂസിംഗ് ആണ്. ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ അതോ കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യം കിട്ടിയത് ഒരു അപ്പൻഡിക്സ് ആണ്. ഈ അപ്പൻഡിക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, 2017 ജനുവരി 11 മണിക്ക് ലോ അക്കാഡമി ലോ കോളേജിൽ ചേർന്ന സബ് കമ്മിറ്റി യോഗം അംഗീകരിച്ച തീരുമാനങ്ങൾ. എൻ്റെ സംശയം, ലോ അക്കാഡമി ലോ കോളേജിൽ ഒരു സബ് കമ്മിറ്റിയോ എങ്കിൽ എന്തിനുള്ള സബ് കമ്മിറ്റി? അങ്ങനെ ഒരു കമ്മിറ്റിയാണോ ഇത്രയും ഗൗരവമായ വിഷയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ഇത് ഗവേണിംഗ് ബോഡി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലേ? അവിടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? അല്ലെങ്കിൽ ജനറൽ കൗൺസിലുണ്ട്. ജനറൽ കൗൺസിൽ കൂടാത്തത് എന്താണ്? അപ്പോൾ അതൊന്നും സംഭവിച്ചില്ല. ഇത് ആളുകളെ പറ്റിക്കാനെന്നും മാത്രമല്ല, യൂണിവേഴ്സിറ്റിയെ പറ്റിക്കാനും വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നടങ്കം പറ്റിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വാറോലയാണിത്. ഇതിനപ്പുറം ഇതൊന്നുമല്ല. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് മാനേജർക്ക് കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ അയച്ച ഒരു കത്തുണ്ട്. അതായത് സബ് കമ്മിറ്റിയുടെ, ഞാൻ പഴയ കഥയിലേക്ക് മടങ്ങി പോകുന്നില്ല, സബ് കമ്മിറ്റി സമർപ്പിച്ച, യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ച, ഏകകണ്ഠമായി അപ്രൂവ് ചെയ്ത ആ ഒരു പരിശോധനയുടെ റിപ്പോർട്ട്, സബ് കമ്മിറ്റി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടർ മാനേജർ ശ്രീ നാരായണൻ നായർ അവർക്ക് അയച്ചു കൊടുത്തു. വ്യക്തിപരമായിട്ട് എനിക്ക് നാരായണൻ നായർ സാറായിട്ട് യാതൊരു വിരോധവുമില്ല, ലക്ഷ്മിയായിട്ടും എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞങ്ങൾ കാണുമ്പോൾ വളരെ നല്ല സുഹൃത്തുക്കളുമാണ്.
പക്ഷേ എൻ്റെ വിഷയം അതല്ല, ഇത് ആശയപരമായിട്ടൊരു വിയോജിപ്പാണ് ഇതിനകത്ത്. അപ്പോൾ മാനേജർ അവിടെ നിന്ന് അയച്ചൊരു മറുപടിയാണ്. അതിനകത്ത് ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് മാത്രം വായിക്കാം. Please see the reference cited. To put an end to the agitation of the students, the principal has decided to keep away from all the duties of the principal for a period of 5 years. ഇത് നമുക്ക് കിട്ടിയ അവസാനത്തെ ലെറ്ററാണ്. സിൻഡിക്കേറ്റ് കൂടിയതിന് ശേഷം ഡയസിൽ വന്ന് അപ്പോൾ കോപ്പി എടുത്തു നിന്നൊരു പേപ്പറാണ് ഞാനിപ്പോൾ വായിച്ചത്. അതായത് ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പൽ ഹാസ് ഡിസൈഡഡ്, അവർ തീരുമാനിച്ചിരിക്കുകയാണ് മാറി നിൽക്കാൻ. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകിയത് വേറൊരു കത്താണ്. ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടു പുട്ട് ആൻ എൻഡ് ടു ദ അജിറ്റേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് മറ്റൊരു ലെറ്റർ ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ അജിറ്റേഷനെ കുറിച്ചല്ല പറയുന്നത്, യൂണിവേഴ്സിറ്റിയുടെ തീരുമാനത്തിന് അനുസൃതമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കുകയാണ്. ആ നടപടിയുടെ ഭാഗമായിട്ട് പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തുകയാണ്. പ്രിൻസിപ്പലിനെ പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്ന് 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യുകയാണ്. അതാണ് അങ്ങനെ ഒരു കത്ത്. പ്രിൻസിപ്പലിനെ ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ദ സിൻഡിക്കേറ്റ് ദ മാനേജ്മെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഡീബാർ ദ പ്രിൻസിപ്പൽ ഫ്രം ഓൾ എക്സാമിനേഷൻ റിലേറ്റഡ് മാറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഇന്റേണൽ എക്സാമിനേഷൻ. ഇതാണ് ആദ്യം നൽകിയത്. രണ്ടാമത് നൽകിയതാണ് ഈ കത്ത്. അപ്പോൾ പ്രിൻസിപ്പലിനെ ഡീബാർ ചെയ്തതാണോ അതോ പ്രിൻസിപ്പൽ സ്വയം മാറി നിൽക്കുന്നതാണോ? ഇത് ന്യായമായിട്ട് ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. എനിക്കിപ്പോഴും ഈ സംശയം മാറിയിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് എത്താം. ഇന്ന് എന്നാലും ശ്രീ കെ എച്ച് ബാബുജൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജീവൻലാൽ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകാം. ഇന്നിപ്പോൾ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് തുടർച്ചയായി സിൻഡിക്കേറ്റിൽ നടക്കുന്ന പല കാര്യങ്ങളും വലിയ അസ്വാഭാവികത ഉള്ളതാണ്, സംശയമുളവാക്കുന്നത് എന്നാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഈ ലെറ്ററുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ബാബുജൻ, ലെറ്റർ രണ്ടും ശരിയാണ്. രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ്. എന്തെന്ന് വെച്ചാൽ, ഒന്ന് പരീക്ഷാ ചുമതലകളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നു. ഇത് കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിന്റെ തുടർച്ചയായിട്ട് കോളേജ് മാനേജ്മെന്റ് കൈക്കൊണ്ട ഒരു തീരുമാനമാണ്. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം 5 വർഷത്തേക്ക് ശ്രീമതി ലക്ഷ്മി നായരെ പ്രിൻസിപ്പളിനെ എല്ലാ പരീക്ഷാ ചുമതലകളിലും ഡീബാർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് കോളേജ് മാനേജ്മെന്റ് കൈക്കൊണ്ട ഒരു തീരുമാനമാണ് ഒരു ലെറ്റർ. രണ്ടാമത്തത്, യൂണിവേഴ്സിറ്റിയുടെ ആ തീരുമാനം വഴി കോളേജ് മാനേജ്മെന്റിന്റെ ഈ തീരുമാനം കൂടി വന്നതോടുകൂടി പ്രിൻസിപ്പൽ സ്വാഭാവികമായി അവർക്ക് ഈ പദവിയിൽ തുടരാൻ കഴിയില്ല. അത് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ വളരെ യുക്തിപൂർണമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്ന കാര്യമാണ്. പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ പരീക്ഷാ ജോലികൾ നിർവഹിക്കാതെ അവർക്ക് ഈ ചുമതലയെ തുടരാൻ കഴിയില്ല. മാന്യമായ നിലയിൽ ആ പദവിയിൽ തുടരാൻ കഴിയില്ല. അതുകൊണ്ട് അവർ സ്വയം സിൻഡിക്കേറ്റിന്റെ യുക്തമായ ആ തീരുമാനവും വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലം കൂടി വെച്ച് അവർ സ്വയം അതിൽ ആ ചുമതലയിൽ നിന്ന് ഒഴിയുന്നു. അത് മാനേജ്മെന്റ് സർവകലാശാലയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടം നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണിത്. കാരണം സർവകലാശാലയ്ക്ക് പ്രിൻസിപ്പലിനെ നീക്കം ചെയ്യാൻ യാതൊരു നിയമപരമായ ഒരു അവകാശവുമില്ല, നിയമത്തിന്റെ ഒരു ഭാഗത്തുമില്ല. അങ്ങനെയിരിക്കെ പ്രിൻസിപ്പൽ സ്വയം ഒഴിവാകുന്ന ഒരു സാഹചര്യം സർവകലാശാല സൃഷ്ടിച്ച് മാനേജ്മെന്റ് അവരുടെ കത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് തരികയാണ്. അപ്പൊ അതോടുകൂടി അവർ സ്വയം ഒഴിവാകാനുള്ള തീരുമാനത്തോടുകൂടി നാളെ ഒരു കേസിന് പോകാൻ പോലുമുള്ള സാധ്യത ഇല്ലാതാവുകയും പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് അവർ 5 വർഷത്തേക്ക് മാറി നിൽക്കേണ്ടി വരുന്ന കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഇതോടുകൂടി തീർന്നു. ഇങ്ങനെ ഒരു കത്ത് തന്ന് പിന്നെ നാളെ അവർ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതെല്ലാം തീർന്ന് വളരെ വ്യക്തമായ ഒരു തീരുമാനമായി 5 വർഷത്തേക്ക് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ശ്രീമതി ലക്ഷ്മി നായർ മാറി നിൽക്കുന്നു. അവരെ മാറ്റി നിർത്തുന്നു. അത് സർവകലാശാല അംഗീകരിക്കുന്നു. അതിനോടൊപ്പം പുതിയ പ്രിൻസിപ്പളിനെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതോടുകൂടി കുട്ടികൾ ഉയർത്തിയ ഏതാണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. അതോടൊപ്പം തന്നെ ഇന്നത്തെ സിൻഡിക്കേറ്റ് ഇന്റേണൽ അസസ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിലവിലുള്ള റെഗുലേഷനിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അധ്യാപകന്റെ മനോഗതി അനുസരിച്ച് കുട്ടികളുടെ എഫിഷ്യൻസി, അവരുടെ പെർഫോമൻസ് തീരുമാനിക്കുന്നത് മാറ്റി കുട്ടികളുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇന്റേണൽ അസസ്മെന്റ് അതിന് ആവശ്യമായ രൂപത്തിൽ റെഗുലേഷനിൽ മാറ്റം വരുത്താനുള്ള
ശക്തമായ നടപടിയാണ് ഇന്ന് പരീക്ഷ എക്സാമിനേഷൻ കമ്മിറ്റി കൂടിയിട്ട് സിൻഡിക്കേറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യും, സിൻഡിക്കേറ്റ് അംഗീകരിക്കും. ദയവായി തുടരുക. ഫക്രുദ്ദീൻ കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഫക്രുദ്ദീൻ, ഒരുപക്ഷെ വളരെ ചരിത്രപരമായ ചില തീരുമാനങ്ങൾ ഈ വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് പൊതുവിൽ സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ എടുത്തിട്ടുണ്ട്, ഇന്റേണൽ മാർക്സിന്റെ കാര്യങ്ങളിൽ അടക്കമുള്ള വിഷയങ്ങളിൽ. പക്ഷെ ഇപ്പോൾ ലക്ഷ്മി നായരെ മാറ്റി നിർത്തുന്ന കാര്യങ്ങളിലായാൽ അതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെയും യഥാർത്ഥ പ്രശ്നം ഇപ്പോഴും എന്താണ് എന്ന് വ്യക്തമാവാത്തൊരവസ്ഥയാണ് ഉള്ളത്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇപ്പം ഇനിയിപ്പം ആരെങ്കിലും ഫക്രുദ്ദീൻ SFIക്ക് വേണ്ടി സംസാരിക്കുന്ന കാര്യത്തിൽ പക്ഷേ ഞാൻ പഴയ SFIക്കാരനാണ്. പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ പ്രസ്ഥാനം നന്നായിട്ട് SFI പോലുള്ള പ്രസ്ഥാനം കേരളത്തിൽ ഈ മാനേജ്മെൻറ്റായി സംസാരിക്കുകയും ഇവർ മാറി നിൽക്കുമെന്ന് ഉറപ്പ് കിട്ടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എന്നെങ്കിലും ഇവർ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വന്ന് ഈ കോളേജ് ഇവർക്ക് ഞാൻ നടത്തിപ്പോകാൻ പറ്റുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും പ്രതീക്ഷിക്കും, ആരെങ്കിലും കരുതും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രശ്നം ഇങ്ങനെ കത്തിച്ച് നിർത്തണം എന്നുള്ളത് ആരുടെയൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ ആ രീതിയിൽ ഒരു അനുരഞ്ജന ഫോമുല ഉരുത്തിരിഞ്ഞ് വന്ന സമയത്ത് അതിന് പോലും നിൽക്കാതെ പിന്നെ സമരം നീട്ടിക്കൊണ്ടുവന്നു. ഇതൊരു ലാതിൽ പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമാണ്. ലോക്സഭാ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ആളുകൾക്ക് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനാരുമായിട്ട് കൂട്ടുകൂടുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെയെല്ലാമാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് SFIയോ അല്ലെ ABVPയോ അത് KSU അങ്ങനെയല്ല. ഇപ്പം നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് ആ കുട്ടികളുടെ ഭാവി, നമ്മുടെ പൊതുവിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ആ ഒരു സ്ഥാപനത്തിൻ്റെ പാരമ്പര്യം ഒരുപാട് ജഡ്ജിമാരെയും വക്കീലന്മാരൊക്കെ പുറപ്പെടുവിച്ച സ്ഥാപനമാണ്. അത് ഈ ഇപ്പോൾ ലക്ഷ്മി നായരുടെ പേര് നശിച്ചു പോകാനും പാടില്ല. അവർ ഭൂമിയൊക്കെ കൈകറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നടപടി എടുക്കണം. അതുപോലെ എല്ലാ സ്ഥാപനങ്ങൾക്കും നടപടി എടുക്കട്ടെ. ഇതിനിടെ പറ്റിയൊരു പ്രോബ്ലം എന്താണെന്ന് നമ്മളിതിങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ടോംസ് കോളേജിലാണ്, അത് നെഹ്റു കോളേജിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി അർഹിക്കുന്ന രീതിയിലുള്ള ഡിസ്കഷൻ നടന്നിട്ടില്ല. മൊത്തം അജണ്ട അങ്ങ് മാറിപ്പോയി. ഇങ്ങനെ ആരൊക്കെയോ ഉപയോഗപ്പെടുത്തുമായിരുന്നു പേടി. ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാനിവിടെ വന്ന കൃത്യമായിട്ട് അറിയാലോ അന്നത്തെ ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ഇവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, സിൻഡിക്കേറ്റ് ഉപസമിതി അത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ മാറി നിൽക്കുന്നതല്ല. പക്ഷേ ഒരു സ്ത്രീയെ നിങ്ങൾ വസ്ത്രധാരണ രീതിയുടെ പുറത്തായിരിക്കും വിമർശിക്കുന്നത്, അത് തെറ്റാണ്. ആ സ്ത്രീയുടെ ആത്മാഭിമാനം ചെയ്തത് അല്ലാതെ തന്നെ മൊത്തം നായർ കമ്മ്യൂണിറ്റിക്ക് ഒരു ഇൻസൾട്ട് പോലെ തോന്നുന്നുണ്ട്. കാരണം എന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ വില എടുത്തിരുന്ന ഒരു ഫീലുണ്ട്. അതിൻ്റെ പക്ഷേ അടുത്ത ലോക്സഭാ ഇലക്ഷൻ തിരുവനന്തപുരത്ത് കാണാം. ബന്ധപ്പെട്ട ആളുകൾക്കല്ല ഇതൊക്കെ. അന്നും ഞാൻ കല്ലെറിഞ്ഞത് ഈ സമൂഹത്തിലെ ഏറ്റവും സ്വയം ഗുണ്ടകളെന്ന് തോന്നിക്കുന്നത് സൈബർ വിഭാഗത്തിനാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവ്വം എനിക്കിതിലൊന്നും പറയാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, തൊടാത്ത കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ പേരിൽ ആലോചിച്ചത്. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞത് ഈ രീതിയിലല്ല. അപ്പം അവരെ ആ രീതിയിലാണ് നേരിടേണ്ടത്. കാര്യം പറയുന്ന എന്താണോ പോയിന്റ് അതിനെയാണ് നേരിടേണ്ടത്. അതല്ലാതെ ഈ രീതി കൊണ്ടുപോയി എന്നുള്ളതാണ്. പലതുകൊണ്ടും പല രീതിയിൽ പലരും ആഗ്രഹിക്കാത്ത രീതിയിൽ ഒരു നൈരാശ്യം പിടിച്ച ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് ഇത് പോവുകയും ഇതൊരു പുകയായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. നമുക്കിത് പരിഹരിക്കാണ് വേണ്ടത്. അവർ ഭൂമി കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തിരിച്ചെടുക്കട്ടെ. അവിടെയാണ് ശ്യാംരാജ്, പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഭൂമി വിഷയം, അത് സർക്കാർ നോക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും പരിശോധിക്കപ്പെടുന്നുണ്ട്, സർക്കാർ ഇടപെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ABVP അടക്കം നടത്തുന്നു എന്നൊരു ആരോപണം വന്നാൽ എരുതിയിൽ ആരാണ് എണ്ണയൊഴിച്ചത്? എന്താണ് എരുതി? കേരളത്തിലെ ഒരു ലോ അക്കാഡമി പോലെ ഒരു ക്യാമ്പസിലെ പ്രിൻസിപ്പാൾ ആ ക്യാമ്പസിലെ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. എനിക്കൊന്ന് നമ്മളിതിന് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടാവും. വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു. ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് ആ സ്റ്റുഡൻറ്റിനെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള 100 കണക്കിന് അലിഗേഷൻസ്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീ, അവർക്കെതിരെ വേണ്ട രീതിയിലുള്ള നടപടി ഇതുവരെ വന്നിട്ടുണ്ടോ? അപ്പോൾ ഈ അനുരഞ്ജനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മുമ്പ് നമ്മൾ പറയുന്നതായിട്ടുള്ള ലക്ഷ്മി നായർ മാറി നിൽക്കുകയാണെന്ന്. ലക്ഷ്മി നായർ എത്ര ഉദാരത കാണിക്കുന്നതിനാ? ലക്ഷ്മി നായർ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഈ രീതിയിൽ പോകുന്ന ഒരു ക്യാമ്പസ്, എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു കുറച്ച് ഫക്രുദ്ദീൻ അലി സൂചിപ്പിച്ചതുപോലെ ടോംസ് കോളേജ്, നെഹ്റു കോളേജ് അടക്കമുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് ഒരു മൂക്കുകയറിടണമെങ്കിൽ ഇത് കേവലം ഈ ലോ അക്കാഡമി മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതേപോലത്തെ 100 കണക്കിന് ക്യാമ്പസ് ഉണ്ട് കേരളത്തിൽ. അവിടെ വിദ്യാർത്ഥികൾ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു. അതിനെതിരെ സമരം ചെയ്തപ്പോഴത്തേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന് പറയുന്നത് നിങ്ങൾ അതിനെ ചെറുതാക്കരുത്. ഞങ്ങൾ അവിടെ സമരം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി കേരളത്തിൽ ഒരു വിദ്യാർത്ഥി ഈ ലക്ഷ്മി നായർക്കെതിരെ സമരം നടന്ന ഈ തവണയല്ല, എനിക്ക് തോന്നുന്നത് 1997 നടന്നിട്ടുണ്ട്, അതിനുശേഷം 2013 നടന്നിട്ടുണ്ട്. ഈ നടക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സമരം നടത്തിയിട്ടുള്ള ABVP ആണ് അവർക്കെതിരെ. അന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ കേരളത്തിലെ ABVPയുടെ ആദ്യത്തെ സെനറ്റ് മെമ്പറിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഇവിടെ SFI കൂടിയിട്ടാണ്. അപ്പോൾ
ഞാൻ കേവലം AVPയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ക്യാമ്പസിൽ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രിൻസിപ്പാൾ, പെൺകുട്ടികളെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രിൻസിപ്പാൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ സ്ഥാനത്തേക്ക് ഇരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതിയും പൊതു സമൂഹവും കണ്ടെത്തിയ ഒരാൾ ആ ആളെ പുറത്താക്കുന്നത് വരെ സമരം ചെയ്യും. അതാണ് വേണ്ടത്. ആ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ലക്ഷ്മി നായരാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മൾ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ് മാറി നിൽക്കലും രാജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. മാറി നിന്നു എന്ന് പറഞ്ഞ രാജി തന്നെയല്ലേ? ഈ രാജിയും മാറി നിൽക്കലും ഒന്നാണെങ്കിൽ എന്തുകൊണ്ട് ലക്ഷ്മി നായർക്ക് രാജിവെച്ചുകൂടാ? അവർ രാജിവെക്കാൻ വേണ്ടി തയ്യാറല്ല. അവരുടെ അച്ഛൻ പറയും, ശ്രീ നാരായണൻ നായർ പറയുന്നു മോൾ രാജിവെക്കില്ല എന്ന് പറയുന്നു. മകള് പറയുന്നു അച്ഛൻ പറയാതെ ഞാൻ രാജിവെക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? രാജിയും മാറ്റി നിർത്തലും രണ്ടാണ്. രാജിവെക്കാൻ വേണ്ടി അവർ പേടിക്കുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ഈ ക്യാമ്പസിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും വിദ്യാർത്ഥി ദ്രോഹ നടപടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അതിനുവേണ്ടി തന്നെയാണ് സമരം. അത് എരുതിയിൽ എണ്ണയൊഴിക്കലല്ല, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സമരമാണ്. ആനന്ദ, ഈ ഒരു വിഷയത്തിൽ നിലപാടാണ് പ്രത്യേകിച്ച് ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, അതായത് ഈ പറയുന്ന പോലെ ലക്ഷ്മി നായർ അവർ തിരികെ വരില്ല, അവർ കോടതിയിലേക്ക് പോകില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇനി അങ്ങനെ മറ്റൊരാൾ വന്ന് അവിടെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതകളെല്ലാം തന്നെ അസ്തമിപ്പിക്കുമെന്ന് സർക്കാരും ഒരു നിലപാടെടുക്കുന്നു. സ്വാഭാവികമായി ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ. പിന്നെ എന്താണ് ഇവിടെ ആശങ്ക? ഇവിടെ ചില കാര്യങ്ങൾ പറയാതെ നിവൃത്തിയില്ല. മറ്റൊന്നുമല്ല, വിദ്യാർത്ഥികളുടെ ബോധമണ്ഡലത്തിലെ വേറൊന്നുമല്ല, നമ്മുടെ അക്കാഡമി മാത്രമല്ല, മറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ബോധമണ്ഡലത്തിൽ നിന്ന് സംസാരിക്കേണ്ടുന്ന ഫക്രുദ്ദീനെ പോലുള്ള ആൾക്കാർ ഇതിനെ തികച്ചും ഒരു നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റ് ഇലക്ഷൻ വരികയാണ്, ഇതൊക്കെ എന്ത് വിരോധാഭാസം ഇവിടെ വന്നിരുന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഒരു സമുദായവൽക്കരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നം അവിടുത്തെ കരയോഗത്തിൽ പോയി പറയാൻ പറ്റുമോ? ഈ വിഷയം പറയേണ്ടത് ബന്ധപ്പെട്ട സിൻഡിക്കേറ്റിനോടും അതുപോലെ തന്നെ മാനേജ്മെന്റ് അധികൃതരോടും അതുപോലെ തന്നെ സർക്കാരിനോടുമാണ് പറയേണ്ടത്. അല്ലാതെ ഫക്രുദ്ദീൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇതെല്ലാം പോയി പറയേണ്ടത് അവിടുത്തെ NSS കരയോഗത്തിന്റെ പ്രസിഡന്റിനോടാണ് പോയി പറയേണ്ടതെന്നാണ് തോന്നിപ്പോവും. അതുപോലെ തന്നെ ഈ SFIയുടെ നിലപാടെന്താ? ഈ ഫക്രുദ്ദീൻ ഒരു SFIയുടെ മുൻകാല നേതാവാണെന്ന് ചോദിച്ചു. പല സമരങ്ങളും SFI ഏറ്റെടുത്തിട്ടുണ്ട്. പല സമരങ്ങളും പകുതി ഒഴുക്കി ഇട്ടിട്ട് പോയിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ജിഷ്ണു പ്രണോയിയും അതുപോലെ തന്നെ ഒരു രജനി ആനന്ദും അല്ല വേണ്ടത്. മറിച്ച് ഇതൊരു മുഴുവൻ കലാലയങ്ങളെയും സ്വാശ്രയ സ്ഥാപനങ്ങളെയും മൂക്കുകയറിടാനുള്ള ഒരു വലിയ അവസരമായിട്ടാണ് സർക്കാരിന് ഇതിനെ കാണേണ്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ആരും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ വിദ്യാർത്ഥികൾ സ്വയമേ ഇറങ്ങി തിരിച്ച ഒരു സമരം, ആ സമരത്തിൽ 27 ദിവസമായി ഇന്നേ വരെ. ഈ സമരത്തിൽ ഒരു ഘട്ടത്തിലും ആരും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ K മുരളീധരൻ അവിടെ നിരാഹാരം കിടപ്പുണ്ട്. അതുപോലെ തന്നെ VV രാജേഷും V മുരളീധരനും അവിടെ നിരാഹാരം കിടപ്പുണ്ട്. AIYFന്റെ സമരപ്പന്തലും അവിടെ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, മറ്റു പാർട്ടികൾ, കേരളത്തിലെ മുഴുവൻ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന മുഴുവൻ പാർട്ടികളും അവിടെ നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു സൈഡിൽ സിൻഡിക്കേറ്റ്, CPM സിൻഡിക്കേറ്റ്, മറു സൈഡിൽ ലക്ഷ്മി നായരും നാരായണൻ നായരും, അതിനപ്പുറത്ത് SFIയും സർക്കാരും നിൽക്കുന്നു. ഇവരെ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? സർക്കാർ, സിൻഡിക്കേറ്റ്, അതുപോലെ തന്നെ മറ്റു സർക്കാർ ഏജൻസികൾ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, സിൻഡിക്കേറ്റിൽ എന്താ നടന്നത്? സാധാരണ നമ്മുടെ ജീവൻലാൽ സാർ ഇവിടെ ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടറിമാർ വോട്ട് ചെയ്യാൻ വരാറുണ്ടോ സാറേ? വരാറില്ല. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി കർശനമായി നടപടിയെടുക്കുന്നതിലേക്ക് വേണ്ടി ഫയൽ തിരിച്ചയക്കുന്നു ഒരു നോട്ടോട് കൂടി, ഇല്ലേ സാർ? ആ കത്ത് അയക്കുന്നു. ആ കത്ത് അയക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ നടപടിയെടുക്കുന്നതിന് പകരം അവിടെ ഡിസെൻഡിങ് നോട്ടായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നു. ആ 4 കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതിനെ വോട്ടിനിട്ട് പരാജയപ്പെടുത്താനായിട്ടാണ് ഇവരെല്ലാവരും കൂടി നിന്നത്. ആ സെക്രട്ടറിമാർ ആര് പറഞ്ഞു വിട്ടതാ? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഉൾപ്പെടെ വന്ന് വോട്ട് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാ? അപ്പോൾ ഇവിടെ ഒരു ഒത്തുകളിയുടെ രാഷ്ട്രീയം ഇവിടെ സമരസപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണേണ്ടത് ഇവിടെ സമുദായവും ജാതിയും മതമൊന്നുമല്ല, മറിച്ച് വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്വസ്ഥമായി പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ആര് ചുരുക്കാൻ നോക്കിയിരുന്നാലും അതിവിടെ നടക്കില്ല. വിജിനും കൂടെ ചേർന്നുണ്ട് നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ. വിജിൻ, ഇവിടെ SFIക്ക് മാത്രം കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ബാക്കിയുള്ള സംഘടനകളെല്ലാം തന്നെയും ജനപക്ഷത്ത് നിൽക്കുമ്പോൾ SFI വീണ്ടും ഒത്തുകളിച്ചു എന്നൊരു ആരോപണമാണ് വീണ്ടും ഇപ്പോൾ പറയുന്നത്. SFI
ഇങ്ങനെ സമരങ്ങളെല്ലാം പാതി വഴിയിട്ട് പോയത് കൊണ്ടാണല്ലോ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഭരിക്കുന്നത്. ഇവിടെ എവിടെയാ ഇവിടെ സംസാരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉള്ളത്? ഞങ്ങൾ പാതി വഴി ഇട്ട് പോയവരാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തൊരു സമരം പറയൂ. ഈ കേരളത്തിൽ നിങ്ങൾ ഏറ്റെടുത്തൊരു സമരം പറയൂ. നിങ്ങൾ വലിയ വായിൽ ഇങ്ങനെ ചാനൽ മുറിയിൽ നിന്ന് വർത്തമാനം പറയരുത്. എവിടെയാ KSUവിന് ഒരു കമ്മിറ്റി പോലും ഇല്ലേ ഈ കേരളത്തിൽ? ഞാൻ പറയട്ടെ, എവിടെ? പ്രിയ സഹോദര, ഒരു കാര്യം പറയാം. പാഠപുസ്തക സമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാഠപുസ്തക സമരത്തിന്റെ അനന്തരഫലം എന്താ? രണ്ടാം മുണ്ടശ്ശേരിയായി ഇവിടെ അവരോധിക്കപ്പെട്ട മറുപടിയിലേക്ക് പോയിട്ട് വിജിൻ പറഞ്ഞോളൂ. ഇവിടെ സുബേഷ സമയത്ത് ഞാൻ ഇടപെടാൻ വന്നില്ലല്ലോ, ഇത് എന്റെ സമയമല്ലേ? പറഞ്ഞോളൂ വിജിൻ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പാഠപുസ്തക സമരങ്ങളെല്ലാം ശക്തമായി ഞങ്ങൾ ഏറ്റെടുത്താ, നിങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല. എവിടെയാ? അതുകൊണ്ട് ആ രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞു വരണ്ട. നിങ്ങൾ എവിടെയാ ഉള്ള കേരളത്തില്? 14 യൂണിവേഴ്സിറ്റി ഞങ്ങളാ ഭരിക്കുന്നത്. അങ്ങനെ പാതി വഴി ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട കൂടെ ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ കൂടെയൊക്കെ ഇപ്പൊ സമരങ്ങൾ ഏറ്റെടുത്തോണ്ട് മുഴുവൻ ആളുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രസ്ഥാനമായത്. എല്ലാ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഭരിക്കുന്നു. ആ രീതിയിലൊക്കെ ഒന്നും പറഞ്ഞു പോകണ്ട. SFIക്ക് ഒരു സമരം തുടങ്ങിയാൽ ആ സമരം എവിടെ അവസാനിപ്പിക്കണം എന്ന് കൃത്യമായി അറിയാം. വല്ലാതെ രാഷ്ട്രീയ അജണ്ട വെക്കാറില്ല SFI. ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഭാവി കൂടി പ്രധാനമാണ്. അവിടെ പരീക്ഷ വരികയാണ്. നിങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ ചോദിക്കാം, രാജിവെച്ച പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിക്കുമല്ലോ, രാജിവെച്ചാൽ തിരിച്ചു വരാൻ പറ്റില്ലേ? ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരാൻ പറ്റും. കാരണം അതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ചർച്ച നടക്കുന്ന കൈരളി ചാനൽ ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമല്ലേ? ഇവിടെ നിന്ന് ഒരാൾ രാജിവെച്ച് പോയാൽ പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ലേ? ആ സ്ഥാപനത്തിലേക്ക് വരാൻ പറ്റും സുബേഷ്, വരാൻ പറ്റും ശ്യാമേ. നിങ്ങളത് മനസ്സിലാക്ക്. അതിലും വലിയ സൊല്യൂഷനല്ലേ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്? നിങ്ങൾ എന്ത് പ്രഹസനം ആ ചർച്ചയിൽ നടത്തിയത്? നിങ്ങൾ ഇങ്ങനെ ആളുകളെ വിട്ടിയാക്കരുത്. ചാനൽ മുറിയിൽ വന്നിരുന്നത് 30-ാം തീയതി രാത്രി മാന്യമായ സൊല്യൂഷനിലേക്ക് വന്നു. എല്ലാ വിദ്യാർത്ഥികളുടെ ആവശ്യം എന്തായിരുന്നു? എല്ലാവരുടെയും ആവശ്യം 5 വർഷത്തേക്ക് ചുരുങ്ങിയത് മാറ്റി നിർത്തുക എന്നാണ്. എന്റെ അടുത്ത് തെളിവുണ്ട്. AISFും ABVPയും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നേതൃത്വം പറഞ്ഞത് ചുരുങ്ങി 5 വർഷത്തേക്ക് മാറ്റി നിർത്തുക. അവർ നിന്നില്ല. നിൽക്കാത്തപ്പോൾ നിങ്ങൾ എന്താ സമരം ചർച്ച അലസിപ്പിക്കാൻ ചെയ്തത്? വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, മുഖ്യമന്ത്രി വരട്ടെ. ഞാൻ ചോദിച്ചല്ലേ AISFന്റെ സംസ്ഥാന പ്രസിഡന്റിനോട്, വില്ലിനോട്, നിങ്ങൾക്കറിയില്ലേ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇല്ലാത്ത ചർച്ചയാണ് ഇതെന്ന്? നിങ്ങൾ അവിടേക്ക് കടന്നു വന്നല്ലോ. ഞാൻ ചോദിച്ചു, വെറുതെ അലസിപ്പിക്കരുത്. നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇതിന് ഉപയോഗിക്കരുത്. ചർച്ചയ്ക്ക് ഇരിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ഈ നിലപാടിലെത്തിക്കാം. നിങ്ങൾ നിന്നില്ലല്ലോ. ഞങ്ങൾ മാത്രമല്ല ചർച്ചയ്ക്ക് തയ്യാറായത്. തുടർ ചർച്ചയ്ക്കല്ലേ 2-ാം ദിവസം വിളിച്ചത്. അതിൽ മാന്യമായ സൊല്യൂഷൻ. അവരെ ഒഴിവാക്കിയില്ലേ? പ്രിൻസിപ്പാൾ സാറിന് ഒഴിവാക്കി വൈസ് പ്രിൻസിപ്പാളിന് ചുമതല കൊടുത്തില്ലേ? 5 വർഷത്തേക്ക് അവിടെ അധ്യാപികയായിട്ട് പോലും വരില്ല എന്ന ശക്തമായ നിലപാടെടുത്തില്ലേ? ആ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച 16 ആവശ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ എതിർപ്പുണ്ടോ? നിങ്ങൾക്കൊരാവശ്യം മുന്നോട്ട് ഇനി വെക്കാനുണ്ടോ? എല്ലാം ഞങ്ങൾ അംഗീകരിച്ച് പുറത്തേക്ക് വന്നില്ലേ? ഇതെന്താ? SFI സമരം വിജയിച്ചു, അത് വിജയിക്കരുത്. അത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ നിങ്ങൾ നടത്തിയത്. എന്താ C രവീന്ദ്രനാഥിനെ പോലുള്ള ഏറ്റവും മാന്യനായ ഒരു വ്യക്തി 2.25 മണിക്കൂർ ആ യോഗം നടത്തിയ യോഗത്തിൽ പറഞ്ഞ ഒരു വാക്ക്, ചർച്ചയുടെ ഭാഗം പുറത്തു വന്ന വാക്കുകൾ ഞാൻ മാധ്യമത്തിലൂടെ പറയുന്നില്ല. ഇങ്ങനെ അപമാനിച്ചു. മറ്റൊരാളായിരുന്നെങ്കിൽ എഴുന്നേറ്റ് അടിക്കുമായിരുന്നു. എന്നിട്ട് പോലും മിണ്ടായിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. എന്നിട്ട് ഇപ്പോ പറയാം അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഏതിനാ സുബേഷിന് മറുപടി തരുന്ന യോഗത്തിൽ? നിങ്ങൾ പറഞ്ഞല്ലോ ഈ ജാതി പേര് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ്. വിദ്യാഭ്യാസ മന്ത്രി ഫയലെടുത്ത് കേസിന്റെ ഫയൽ നമ്പർ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ കൃത്യമായി വിവരിച്ചില്ലേ? അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ നടപടികൾ, അത് നടപടിയായി പോകും. നിയമത്തിന്റെ വഴി പോകേണ്ട കാര്യം നിയമത്തിന്റെ വഴിയിൽ പോകും. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഉറപ്പ് തന്നില്ലേ ആ യോഗത്തിൽ? ഞങ്ങൾ പ്രിൻസിപ്പാളിനെ മാറ്റി. വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്ന യോഗത്തിലല്ലേ പറഞ്ഞത്? പുതിയ പ്രിൻസിപ്പാളിനെ, യോഗ്യനായ പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ ആവശ്യമായ സമയം കൊണ്ട് നിയമിക്കുമെന്ന് പറഞ്ഞ് ആ സൊല്യൂഷൻ മുന്നോട്ട് വെച്ച് 1/4 മണിക്കൂർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി ആ യോഗത്തിൽ കാത്തിരുന്നില്ലേ? നിങ്ങൾ എന്താ മറുപടി കൊടുത്തത്? കൃത്യമായ ഒരു മറുപടി കൊടുത്ത് നിങ്ങൾ തയ്യാറായോ? നിങ്ങൾ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോൾ കാസർഗോഡെ കഥ എടുത്തിട്ടു, കാസർഗോഡത്തെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ കഥ എടുത്തിട്ടു എന്ന രീതിയിലല്ലേ നിങ്ങൾ ചർച്ച നടത്തിയത്? എന്നിട്ട് ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയി. നിങ്ങൾ മാധ്യമങ്ങളെയും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയി ആ യോഗത്തിൽ നിന്ന്. അദ്ദേഹം ആ യോഗം അവസാനിപ്പിച്ച് മാന്യമായി നിങ്ങളോടെല്ലാം സമരം അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് ഈ യോഗം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ചല്ലേ എഴുന്നേറ്റത്? നിങ്ങൾ എന്നിട്ട് പുറത്തു വന്ന് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം തന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി എഴുന്നേറ്റ് പോയി. C രവീന്ദ്രനാഥിനെ പോലുള്ള ഒരു ഏറ്റവും മാന്യമായി ജനങ്ങളോട് പെരുമാറുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥിനെ പോലുള്ള നിങ്ങൾ എന്താ യോഗത്തിൽ പെരുമാറിയത്? ഇതൊന്നും നിങ്ങൾ മറച്ചു വെച്ച് ചാനൽ മുറിയിൽ വന്ന് ചർച്ച ചെയ്യരുത്. നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ ഇതിലും നല്ല സൊല്യൂഷൻ നേടിയെടുക്കാനില്ല. നിങ്ങൾക്ക് ഈ SFI നേടിയ വിജയത്തിന്റെ പ്രയാസമാണ്. നിങ്ങളുടെ സംഘടനക്ക് നേടാൻ കഴിയാത്തത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങൾക്ക് ഈ ഒരു സമരം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു ഇത് എവിടെ അവസാനിപ്പിക്കണം? ക്ലാസ് തുടങ്ങണം, പരീക്ഷയാണ്. ഈ കോളേജിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറരുത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസ് തന്നെയാണ്. നിങ്ങൾ ആലോചിക്കുക, എത്ര ലോ കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഫിലിയേഷൻ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവിടുത്തെ വിദ്യാർത്ഥികൾ എവിടേക്ക് പോകും? എവരെ അക്കോമഡേറ്റ് ചെയ്യും? ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യത്തിൽ ടോംസ് കോളേജിന്റെ കാര്യം പോലെയാണോ തിരുവനന്തപുരം ലോ അക്കാഡമി? അവിടെ ഒരു അടിസ്ഥാന സൗകര്യവുമില്ല.
നിങ്ങൾ ഇവിടെ ഈ സമരത്തിന്റെ ഭാഗമായി ഒരാൾ പോലും അടിസ്ഥാന സൗകര്യത്തിന്റെ വിഷയം പറഞ്ഞില്ലല്ലോ, മാനേജ്മെന്റിനെതിരായ സമരം പറഞ്ഞില്ലല്ലോ, പ്രിൻസിപ്പാളിനെതിരായ വിഷയം മാത്രമാണ് ഈ സമരത്തിന്റെ മുദ്രാവാക്യം. ഞാൻ തിരികെ എത്താം. ശ്രീ ബാബുജൻ താങ്കൾ ടെലിഫോൺ ലൈൻ ഉണ്ട് എന്ന് കരുതുന്നു. ഇവിടെ നേരത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്ന വിഷയങ്ങളെ കുറിച്ച് തന്നെ പറയുകയുണ്ടായി. ഇവിടെ ഒരു ഒത്തുകളി രാഷ്ട്രീയം നടക്കുന്നു എന്ന ആരോപണമാണ് അല്പം മുമ്പ് ആനന്ദായാലും ഒപ്പം തന്നെ ശ്രീ ജീവൻലാൽ ആയാലും പറയുമ്പോൾ അതിൽ പറഞ്ഞു പോയത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. യാതൊരു അടിസ്ഥാനമില്ലാത്ത വർത്തമാനമാണ്. സിൻഡിക്കേറ്റ് ഇന്ന് കൈക്കൊണ്ടത് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റത്തെ നടപടിക്രമങ്ങളാണ് ഇന്ന് കൈക്കൊണ്ടിട്ടുള്ളത്. ജീവൻലാൽ സാർ അവിടെ ഇരിപ്പുണ്ട്, ഇവരോട് പറ, സർവകലാശാല നിയമത്തിൽ ആക്ടിലോ സ്റ്റാറ്റ്യൂട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രിൻസിപ്പളിനെ നീക്കം ചെയ്യാൻ സർവകലാശാലയ്ക്ക് അധികാരമുണ്ടോ എന്നുള്ളതൊന്ന് ജീവൻലാൽ സാറിനോട് ചോദിക്കാൻ അവരോട് പറ. അവർക്കത് അറിയാതെയാണ് അവർ ഈ സംസാരിക്കുന്നത്. സർവകലാശാല നിയമത്തിന്റെ ഒരു ഭാഗത്തും ഇല്ല അങ്ങനെ പ്രിൻസിപ്പളിനെ നീക്കം ചെയ്യാനുള്ള സർവകലാശാലയുടെ അധികാരം പറയുന്നില്ല. സർവകലാശാല ഇവിടെ വളരെ യുക്തിപരമായൊരു നിലപാടെടുത്തത് കൊണ്ടാണ് ഈ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വിദ്യാർത്ഥികളുടെ സമരവും സർവകലാശാലയുടെ നിലപാടും ഗവൺമെന്റ് ഈ കാര്യത്തിലുള്ള ഇടപെടലും ഇതെല്ലാം കൊണ്ടാണ് ഈ പ്രശ്നം ഈ രൂപത്തിലേക്ക് എത്തിയത്. ഞാൻ ചോദിക്കുകയാണ്, സർവകലാശാലകൾക്ക് സ്വാശ്രയ സ്വകാര്യ കോളേജുകളിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽമാരുടെയും അനിയന്ത്രിതമായിട്ടുള്ള അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശമില്ല എന്നുള്ളത് മനസ്സിലാകാത്തവരാണോ ഇവരൊക്കെ? അതിനുള്ള ഇടപെടലുകൾ പല ഘട്ടങ്ങളിൽ വന്നിട്ടുള്ളപ്പോൾ എതിർത്തിട്ടുള്ളവരാണ് ഈ പറയുന്നവരൊക്കെ. പ്രസ്ഥാനങ്ങൾ, ഞാൻ പറയുന്നത് കർത്തിലിരിക്കുന്ന രണ്ടുപേരുടെ കാര്യമല്ല, ഈ പ്രസ്ഥാനങ്ങളെല്ലാം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വാശ്രയ സ്വകാര്യ മേഖലകളിലെ നിയന്ത്രണങ്ങൾക്ക് ശ്രമിച്ചിട്ടുള്ളപ്പോഴെല്ലാം അതിനെതിരായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഇവിടെ ഇപ്പം ഒരു ലോ അക്കാഡമിയുടെ പ്രശ്നത്തിൽ മാത്രം ഈ നിലപാട്, കേരളത്തിൽ പല കോളേജുകളിലും പ്രശ്നങ്ങളുണ്ട്, അവിടെയൊന്നും ഈ നിലപാടെടുക്കുന്നില്ലല്ലോ. ഇവിടെ നിയമത്തിന്റെയും അധികാരത്തിന്റെയും പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികളുടെ ന്യായമായ പ്രശ്നമാണ് ഞങ്ങൾ എടുത്തത്. അതിൽ ന്യായമുണ്ട് കുട്ടികളുടെ നിലപാടിൽ. അവരുടെ വിഷമങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അത് കേട്ടപ്പോൾ ജീവൻലാൽ സാറിനെ ചോദിച്ചു, സിൻഡിക്കേറ്റ് ഉപസമിതി ഏകകണ്ഠമായിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്, ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല. ഞാൻ തിരികെ എത്താം ശ്രീ ബാബുജൻ, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ജീവൻലാൽ, ഇവിടെ ഒരു സുപ്രധാനമായ കാര്യം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു, പക്ഷേ സിൻഡിക്കേറ്റ് ഇതുവരെ ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവുകൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഉപസമിതി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ പറ്റിയ ഒരു ഉപസമിതിയാണ്. അതായത് ഇത്രയും കുട്ടികളുടെ പരാതികൾ കേൾക്കുന്നു, കാര്യക്ഷമമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു, അതിന് ഇത്രയേറെ നടപടികളിലേക്ക്, ഒരുപക്ഷെ അത് അംഗീകരിക്കുന്നുണ്ടാവില്ല പൂർണ്ണമായി, എങ്കിലും അത്രയും നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു നിലപാട് അത് ഈ വിഷയത്തിൽ ഈ ഒരു സമയത്ത് തള്ളിക്കളയാനാകുമോ? സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ ഞാനും അംഗമായിരുന്നു. ഞങ്ങൾ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് വായിച്ചവരെല്ലാം തന്നെ ഇത്രയും ഭംഗിയായി ഡ്രാഫ്റ്റ് ചെയ്ത ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിൻ്റെ കോപ്പി ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തു. ഗവൺമെൻറ് അത് നന്നായി പഠിച്ചതേ, ഇതാണ് എൻ്റെ ഉത്തരവ്. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രണ്ടുപേരും വായിച്ചോട്ടെ. ലോ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങളും വിശദമായി പരിശോധിച്ചു. കോഴ്സ് റെഗുലേഷനിലെ ന്യൂനതകൾ, ഇന്റേണൽ മാർക്ക് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, പരീക്ഷാ ക്രമക്കേടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ഉപസമിതികൾ അടിയന്തരമായി യോഗം ചേരണം. ശക്തമായ നടപടി സർവകലാശാല സ്വീകരിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. കൂടാതെ ലോ അക്കാഡമിയുടെ പ്രവർത്തനം സർവകലാശാല ചട്ടങ്ങൾക്ക് അനുഗുണമല്ലാത്ത സാഹചര്യത്തിൽ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ആവശ്യമായ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ശ്രീനിവാസ് ഒപ്പിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചത്. ഇതനുസരിച്ചാണ് ഇന്ന് യോഗം കൂടിയത്. അവസാനം തീരുമാനം വോട്ടിനിടേണ്ടി വന്നു. വോട്ടിനിട്ടപ്പോൾ 8-8 ആകുമായിരുന്നു, പക്ഷേ 8-12. ഗവൺമെൻറ് സെക്രട്ടറിമാർ 4 പേരെ കൂടെ കൊണ്ടുവന്നിരുത്തി. അങ്ങനെ 8-4-12 വേണ്ടിയിരുന്നോ ഇത്? ഒരു കടലാസിനകത്ത് നമ്മളോട് പറയുന്നു കർശനമായ നടപടി സ്വീകരിക്കണം, റിപ്പോർട്ട് പഠിച്ചു, നന്നായി പഠിച്ചു, കർശനമായ നടപടി സ്വീകരിക്കണം. ഒപ്പം 4 ഗവൺമെൻറ് സെക്രട്ടറിമാരെ കൂടെ അയക്കുകയാണ്. ഒരു എക്സ്ട്രോണറി സിറ്റുവേഷനിലാണ് അതൊക്കെ ചെയ്യുന്നത്. ഗവൺമെൻറ്റിന് ഇതിനകത്ത് ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ലക്ഷ്മി നായരെ മാറ്റി നിർത്തിക്കൊണ്ട്
ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, എനിക്കിതിനകത്ത് രാഷ്ട്രീയമില്ല. ലക്ഷ്മി നായരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ കോളേജ് സുഗമമായി പ്രവർത്തിപ്പിക്കണമായിരുന്നു. ഈ ലക്ഷ്മി നായർ മാറി നിൽക്കുമെന്ന് പലരും പറയുന്നുണ്ട്, പക്ഷെ ലക്ഷ്മി നായർ പറഞ്ഞിട്ടില്ല. ഷീ ഹാസ് ഡിസൈഡഡ് ടു കീപ്പ് എവേ. എത്ര കാലം? അത് അവരുടെ ഷീ ഹാസ് ഡിസൈഡഡ്. പക്ഷേ ഒരിടത്തും അവർ ഒപ്പിട്ടൊരു പേപ്പർ, ഞാൻ ദേ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടൊരു പേപ്പറില്ല. മകൾ മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ആഗ്രഹിക്കുന്നു, അത് പിതാവ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് നാട്ടിൽ നടക്കുന്ന കാര്യമല്ലാണ്. ഇതിനെയാണ് വിദ്യാർത്ഥി സമൂഹം എതിർക്കുന്നത്. ഇതിനെയാണ് സിൻഡിക്കേറ്റിൽ ഒരു വിഭാഗം, ഞാനടങ്ങുന്ന ഒരു വിഭാഗം എതിർത്തത്. എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ തിരികെ എത്താം. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ SFI എന്നുള്ള പ്രസ്ഥാനം നമുക്ക് മുഖവിലേക്ക് എടുക്കണം. അദ്ദേഹം SFIന്റെ നേതാവാക്കി, ഞാൻ പ്രവർത്തകൻ മാത്രമാണ്, നേതാവൊന്നുമല്ല. SFI എന്നുള്ള പ്രസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള ഈ ഒരു വാക്ക് തെറ്റിച്ചുകൊണ്ട് നാളെ അവരവിടെ വന്നിരിക്കുകയാണെങ്കിൽ അവിടെ ആ ക്യാമ്പസ് പോലും ഉണ്ടാവില്ല. അതാണ് SFIയുടെ ചരിത്രം. അതെല്ലാവർക്കും അറിയാം. SFI എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അത് മലയാളിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ വിജിനുണ്ട് അത് പറയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ആ ഒരു വാക്ക് മുഖവിലേക്ക് എടുത്ത് ഇനി എന്തുണ്ടാവും നോക്കാം. ഇവർ SFIക്ക് കൊടുത്തിരുന്ന വാക്ക് തെറ്റിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് ഇവർക്ക് തന്നെയാണ്. SFI ഇത്രയുള്ള അവർക്ക് ഇത്രയും കാലം SFIനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. SFI അതുകൊണ്ടാണല്ലോ യൂണിവേഴ്സിറ്റികളല്ല SFI ഭരിക്കുന്നത്. അപ്പം അതിനുള്ള സാധ്യത ഇവർക്കാണുള്ളത്. അതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ അധ്യയനം നടക്കട്ടെ. നമുക്കെല്ലാം തന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വർ വന്ന് ഞങ്ങൾ പങ്കെടുത്ത് ചർച്ച ചെയ്യാൻ വന്നൊരു കാര്യമുണ്ട്. ഒരു ഫേസ് സേവിയറാണ് ആവശ്യം. അപ്പോൾ അവരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശം ന്യായമാണ്. അത് ഇവരുടെ സബ് കമ്മിറ്റി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായും ന്യായമാണ്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം. ഒപ്പം തന്നെ ആ മാനേജ്മെന്റിന് അവർക്കൊരു ഫേസ് സേവിയർ ആവശ്യമുണ്ട്. അതാണ് അവർ മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന രീതിയിൽ ക്യാമ്പസ് ഇവർ ഇടപെടുകയൊക്കെ ചെയ്യാൻ നമുക്ക് ഇവിടെ ഫാസിസ്റ്റ് സിസ്റ്റം ഒന്നല്ലല്ലോ. ഇവിടെ ഈ ചാനലുകൾ എല്ലാം ഉണ്ട്. നമ്മളെ ഇദ്ദേഹത്തെ പോലെ മനുവാണ് എൻ്റെ സുഹൃത്ത് ABP മനു ഉണ്ട്, ഇദ്ദേഹം പോലെയൊക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് ഇടപെടാമല്ലോ. എന്തുകൊണ്ട് ആ സമയം കൊടുക്കാതെ ഇതിങ്ങനെ കത്തിച്ചേർത്തിട്ടുണ്ട്? ആ ടോംസിനെ മറ്റേ വൃത്തികെട്ടവനുണ്ട്, എന്താ അവൻ്റെ പേര്, നെഹ്റു കോളേജ് വരെ, അവനൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു, അതവിടുത്താണ് ഈ കുട്ടിയുടെ വീട് പ്രണവിൻ്റെ. ഒന്ന് ആലോചിച്ചു, അവൻ്റെ ശരീരത്തിൽ ഈ അടിച്ച വീടിൻ്റെ പാടം എന്താണ് അവിടെ സംഭവിച്ചത്? ഇനി അത് സംഭവിക്കാൻ പാടില്ല. ആ കുട്ടിയുടെ അമ്മയുടെ കണ്ണുനീര് നമ്മൾ കാണും. രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ സമുദായം ഒന്ന് കരിവത്ത് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനത് പൊതു രാഷ്ട്രീയം പറഞ്ഞത്. ഇപ്പം നമ്മുടെ ശ്യാമോ അല്ലെങ്കിൽ മനുവോ ഒക്കെ അന്ന് അവിടെ പോയി കിടന്നിരുന്നെങ്കിൽ നിരാകരണം എനിക്ക് മനസ്സിലാവും. അത് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. ഞാനും പോയി അവരൊക്കെ വിസിറ്റ് ചെയ്യാൻ. ഇത് മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള BJPയുടെ സംസ്ഥാന നേതാവ് അവിടെ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അതിന് മുമ്പ് അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ചാണ്. രാജേട്ടൻ ലോക്സഭയിൽ നിയമസഭയിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉറപ്പൊന്നും പറയുന്നില്ല. ഏതായാലും ആ ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുന്ന കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ശ്യാമ കിടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ മനു കിടന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ചിത്രം വേറെ ഒന്നാകുകയാണ്. ഞാൻ വരെ അതിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അതാണ് കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനത് നിങ്ങളെ കോൺഗ്രസിനെ പറ്റിയല്ല പറഞ്ഞത്. ഈ നായർ സംഭവം എന്ന് പറഞ്ഞത് ഇതൊരു സോഷ്യോളജിക്കൽ വിഷയമാണ്. ഇപ്പോൾ സരിതാ നായർ എന്ന് പറഞ്ഞ ഒരു വില കവിതാ നായർ, കവിതാപിള്ള 1-2 പേര്, ബാലകൃഷ്ണ പിള്ള സാർ വന്ന് നമ്മളെ പിള്ളേർ അതിലങ്ങ് ഉണ്ടായിപ്പോയി. അത് വിചാരിച്ച് ഏതൊരു നായർ വാല് കിട്ടിയാൽ ഈ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു തരം മനോരോഗികൾ, എനിക്കും പറയുന്നത് ഫേസ്ബുക്ക് ഉൾപ്പെടെ എല്ലാവരും അല്ല, ചെറിയ ന്യൂനപക്ഷമുണ്ട്. ഇവരങ്ങോട്ട് എത്തുകയാണ്. ഇവരാണ് സത്യത്തിൽ ഫേസ്ബുക്കിലെല്ലാം തന്നെ ഈ സത്യത്തിൽ ലക്ഷ്മി നായർക്ക് അനുകൂലമായി ചിലരെ കൊണ്ടെങ്കിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടെടുത്തത്. അല്ല പൂർണ്ണമായിട്ട് അവർ ഒറ്റപ്പെട്ടു പോയായിരുന്നു. കാരണം അവർ കൈരളി കുക്കർ, അത് അവരുടെ സൗകര്യം. അല്ല അതുപോലെ തന്നെ അവരെ പറ്റിയുള്ള ആരോപണങ്ങൾ നമ്മൾ ആ രീതിയിൽ കാണും. ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലായിപ്പോയി. ഞാൻ പറയുന്നത് സരിതയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ നിലപാടെടുക്കാൻ പാടില്ല. ഇത് ഇവർ മാത്രമല്ല, സ്മൃതി ഇറാനി അനുഭവിച്ചിട്ടുണ്ട്. സ്ത്രീ ആയതുകൊണ്ടും അത്യാവശ്യം ഗ്ലാമർ ഉള്ളതുകൊണ്ട് ഇത് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ ഇദ്ദേഹം നല്ല ഒരു കോൺഗ്രസ് നേതാവാണ്, കാരണം ഇദ്ദേഹത്തെ ഗാന്ധിയ സ്വഭാവമുണ്ട്, ഇദ്ദേഹം ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടില്ല. ഒരു സംസാരിച്ച് നമ്മൾ പറഞ്ഞ് പുറത്ത് വരാൻ പാടില്ല. അവർക്കെല്ലാം ഈ പറഞ്ഞ ലക്ഷ്മി നായർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വേണ്ടിയിരുന്നു. അതിനൊന്നും നമ്മളെ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഈ ഒരു രാഹുൽ ഈശ്വർ പറഞ്ഞ ഫേസ് സേവിയർ എല്ലാവർക്കും ആവശ്യമാണ്. കുട്ടികൾക്ക് നീതി കിട്ടണം. ഒരു അനുരഞ്ജനത്തിൽ വാതെ പോവുകയാണ്. ഇപ്പോൾ തൽക്കാലം മാനേജ്മെന്റുമായിട്ട് SFI ഉണ്ടാക്കിയ ആ ഒരു കരാർ അത് ഇവരെ ക്ഷണിച്ചില്ലെന്ന് ഇവർ പറയുന്നു. മാനേജ്മെന്റ് അത് ക്ഷണിച്ചത് എന്താണെന്ന് സത്യം എനിക്കറിയില്ല. ഏതായാലും ആ കരാർ ഉൾക്കൊണ്ടുകൊണ്ട് ഇവരുടെ കൂടി ഫേസ് സേവിയർ എന്ന ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഏതായാലും ഇപ്പോൾ ഒരു പുതിയ വാർത്ത കൂടി, അതായത് അയ്യപ്പൻ പിള്ളയുടെ രാജി ലഭിച്ചിട്ടില്ല എന്ന് നാരായണൻ നായർ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് ലഭ്യമാണ്. BJP ജില്ലാ പ്രസിഡന്റ് സുരേഷിന്റെ അടുത്ത് രാജിക്കത്ത് കൊടുത്തുവിട്ടു എന്നായിരുന്നു നേരത്തെ അയ്യപ്പൻ പിള്ള പറഞ്ഞിരുന്നത്. നാരായണൻ നായരുടെ വാക്കുകളിലേക്ക് കൂടി പോയ ശേഷം തിരികെത്താം. എൻ്റെ കത്ത് കൊടുത്തിട്ടില്ല, അങ്ങനെ എനിക്ക് അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല, ഇതുവരെ എൻ്റെയും കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചാലും അങ്ങനെ അന്ന് മറ്റുള്ള മീറ്റിങ്ങിന് 3 ദിവസത്തിന് മുമ്പുള്ള മീറ്റിങ്ങിനും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഈ സബ് കമ്മിറ്റിയുടെ ഞങ്ങളവിടെ മെമ്പറായതിനു ശേഷമാണ് BJP ചേരുന്നത്. എന്നെ വെച്ചോ പറഞ്ഞിട്ടാണ് BJP ചേരുന്നത്. പറഞ്ഞ പിന്നെ ഇലക്ഷനൊക്കെ അവിടെ നിർത്തി. അങ്ങനെ അന്ന് വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അങ്ങനെ BJPയുടെ. എനിക്ക് കിട്ടിയിട്ടില്ല. രാജി കിട്ടിയാൽ ഞാൻ അങ്ങനെ 102 വയസ്സായി അങ്ങനെ രാജിങ്ങനെ അതിനെപ്പറ്റി ഞങ്ങൾ പ്രശ്നമാക്കുന്നില്ല.
നാരായണ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ശ്യാംരാജ്, നേരത്തെ ഇവിടെ ഫക്രുദ്ദീൻ അടക്കം സൂചിപ്പിച്ചു വന്നൊരു വിഷയമുണ്ട്. ഒന്ന്, കുട്ടികൾക്ക് പരീക്ഷയുടെ ഒരു സമയമാകുന്നു, അവരുടെ ക്ലാസ് മിസ്സാവുന്ന പ്രശ്നങ്ങളുണ്ട്. അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ല എന്ന തരത്തിലുള്ള അത്തരം തർക്കങ്ങളൊന്നും കോളേജുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല. പ്രിൻസിപ്പളാണ് അവിടെ പ്രശ്നം. അത്തരം കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന അടിസ്ഥാനത്തിൽ ABVP ചെയ്യേണ്ടത് കാര്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാം, അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് പോവുക എന്നതുള്ളതല്ലേ വീണ്ടും പ്രശ്നങ്ങൾ ദീർഘിച്ചു പോകുന്നത്? തീർച്ചയായിട്ടും ABVPയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ പ്രശ്നങ്ങളിലേക്കല്ല പോകുന്നത്, ഞങ്ങൾ പോകുന്ന സമരത്തിലേക്കാണ്. അതിനുത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് വിജിനോടൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, വിജിനെ SFI കേരളത്തിൽ വളരുന്നതിനോ അല്ലെങ്കിൽ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിനോ ഇവിടെ ആർക്കും ഒരേ എതിരഭിപ്രായമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ ASFും KSും ABVPയൊക്കെ ഒരുമിച്ച് ഒരു വിഷയത്തിൽ സമരം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ അമ്മാവൻ ആന ഉണ്ടാകുന്ന പറഞ്ഞിട്ട് മരുമകന് തഴമുണ്ടാവണമെന്നില്ല. നിങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഭരിക്കുന്നുണ്ടാവാം, നിങ്ങൾ സമരങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് സമരം ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഈ വിഷയത്തിന് മുമ്പ് ഇതിനു മുമ്പത്തെ 1-2 വിഷയങ്ങൾ ഞാൻ എടുക്കാം. നെഹ്റു കോളേജ് ഇഷ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ KTU വിഷയത്തിൽ പരീക്ഷ മാറ്റിവെക്കുന്ന സംബന്ധമൊക്കെ വന്നിട്ട് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മൊത്തം കണ്ടതാണ്. അപ്പോൾ ഈ വിഷയം അതുപോലെ ഈ കഴിഞ്ഞ 2-3 അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് സമരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ CPM വടിയെടുത്ത് അടിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തതിന് ഞങ്ങളെ കുറ്റം പറയരുത്. നിങ്ങളുടെ പ്രവർത്തനം നോക്കിയിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ഒന്നും 5 വർഷത്തേക്ക് അവരെ മാറ്റി നിർത്തണമെന്നും പറഞ്ഞിട്ടില്ല. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറഞ്ഞത്, ABVP പറഞ്ഞിട്ടുള്ളത് അവരെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണമെന്നാണ്. നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു കാര്യം കൂടി, പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ സമരം SFI നിർത്തി. ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് സമരം നിർത്തണ്ട, ആ ക്യാമ്പസിലെ കുട്ടികൾ സമരം ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് സമരം വേണമെങ്കിൽ അവർ സമരം ചെയ്യും. ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നു. നിങ്ങൾ മാറി നിന്നെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കുക, അതിനാരും തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ ചെയ്താൽ മാത്രമേ നല്ലത്, ബാക്കിയെല്ലാം മോശം, അങ്ങനെ പറയരുത്. പിന്നെ ഫക്രുദ്ദീൻ ചേട്ടനോട് എനിക്ക് ഒരു കാര്യം വേണ്ടി പറയാൻ കൂടിയിട്ടുള്ളത്, SFI ഈ ഒക്കെ ഒരു ലെറ്റർ എഴുതി കൊടുത്തു. അതുകൊണ്ട് ഇനി വീണ്ടും SFI തന്നെ ഇപ്പൊ വീണ്ടും ലക്ഷ്മി നായർ പ്രിൻസിപ്പളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ സമരം ചെയ്യും എന്നൊന്നോർത്ത് ബുദ്ധിമുട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോൾ സമരം ചെയ്യാൻ വേണ്ടി SFI മാത്രമല്ല, മറ്റനേകം ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ട്. പാസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോഴെന്തായാലും ABVPയെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അതിലാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വിഷയത്തിൽ ABVPയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ എരിതീയിൽ എണ്ണ കോരി ഒഴിക്കുന്നത് ഞങ്ങളല്ല. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഈ ലക്ഷ്മി നായർ എന്ന് പറയുന്ന സ്ത്രീ അവർ വിദ്യാർത്ഥികളോട് കാണിച്ചിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ്? അത് അത്ര പെട്ടെന്ന് നമുക്ക് മറന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണോ? പക്ഷേ ഇവിടെ ഒരു സുപ്രധാനമായ ഒരു വിഷയം, SFI വിദ്യാർത്ഥി സംഘടനകളെ എല്ലാം ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആ ചർച്ചയിൽ നിന്നും ABVP അടക്കം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ആദ്യഘട്ടത്തിൽ SFIയെ വിളിച്ച്, അത് നേരത്തെ വിജിനടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളൂ, SFIയെ വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് ഇവരുടെ കൂടി ആവശ്യപ്രകാരം പിന്നീട് ABVP അടക്കമുള്ള സംഘടനകളെ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു, അതിൽ വരാതിരിക്കുന്നു. അങ്ങനെ തുടങ്ങി ഈ ഒരു വിഷയം ആ വിധത്തിൽ പരിഹരിക്കപ്പെടേണ്ട എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ABVP അടക്കമുള്ള സംഘടനകൾ നിന്നു എന്നൊരു ആക്ഷേപം പറഞ്ഞു. ഇതിനകത്ത് റിയാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങള് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഞങ്ങൾ ഒന്നാമത്തെ സമരം ഞങ്ങൾ ബഹിഷ്കരിച്ചു. ഒന്നാമത്തെ ചർച്ച ഞങ്ങൾ ABVP ബഹിഷ്കരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഏകദേശം മൊത്തം എടുത്തതിന് 1/4 സമയം ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി പോന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അവിടെ അറിയാമായിരുന്നു ഇതിനകത്ത് തീരുമാനമൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നീട് ഞങ്ങളുടെ തീരുമാനം ശരിയായി. കാരണം വീണ്ടും ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ തന്നെ ഇരിക്കേണ്ടി വന്നു. ആ സമരത്തിനും തീർച്ചയായിട്ടുള്ള വിജിൻ പറയുന്നതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. കാരണം ഈ പുതിയ പ്രിൻസിപ്പാളിനെ വയ്ക്കാം, അത് പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് മാത്രമേ അലോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞതുവരെ മീഡിയാസിനോടാണ് അദ്ദേഹം. ആ ചർച്ചയിൽ അദ്ദേഹം അത് പറഞ്ഞു മുഴുവിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതിനും അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ചർച്ചകൾ ബഹിഷ്കരിച്ചിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടെ ഇതാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ചർച്ച ബഹിഷ്കരിച്ചിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴും ഓപ്പണായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങി കുട്ടികളുടെ പരീക്ഷകൾ അടക്കമുള്ള തുടങ്ങണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല. ഇവർക്ക് എന്തിനാണ് ഇത്ര പിടിവാശി? എന്താണ് ഈ ക്യാമ്പസിൽ? ഞാനത് വീണ്ടും പറയുന്നില്ല, ആ പേപ്പറിൽ ഉപസമിതി കണ്ടുപിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റേണൽ മാർക്കിന് ഈ ലക്ഷ്മി നായരുടെ മകൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് ആ കുട്ടിക്ക് 50% അറ്റൻഡൻസ് പോലും ഇല്ല. ഒരു തവണ പോലും ആ കുട്ടി കണ്ടനേഷൻ അടച്ചിട്ടില്ല. എന്നിട്ടും 19 ഔട്ട് ഓഫ് 20 19 മാർക്ക് ഇന്റേണൽ നമ്മൾ പരിശോധിക്കാം എന്ന്
ഈ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമാവാനായി. ഈ പരിശോധിക്കാം, നോക്കാം, കേസ് ഒരൊറ്റയ്ക്കൊരു കാര്യം കൂടെ, ദളിത് അട്രോസിറ്റി പ്രകാരം ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ നിയമമൊക്കെ അറിയാവുന്നവരാണ് എല്ലാവരും. കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോൺ ബെയിലബിൾ ആണ്, അറസ്റ്റ് ചെയ്യണമെന്ന് പറയപ്പെടുന്നത് ഇന്നും ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ സർക്കാരും അതേപോലെ തന്നെ ഈ ക്യാമ്പസും കൂടി ചേർന്ന് നടക്കുന്ന കള്ളക്കളികൾ, അതിൽ നിന്നുണ്ടാകുന്ന മെല്ലെപ്പോക്ക് നയം, ആ മെല്ലെപ്പോക്കിലാണ് ഞങ്ങൾക്ക് അതൃപ്തിയുള്ളത്. ഇവർ ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. വെറും 3 ദിവസം കൊണ്ട് ജല്ലിക്കെട്ടിന് വേണ്ടിയിട്ട് ഓർഡിനൻസ് ഇറക്കിയ രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള 4 ഗവൺമെന്റ് സെക്രട്ടറിമാരെ കൂടി കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മെല്ലെപ്പോക്കാണ്, അല്ലെങ്കിൽ ക്യാമ്പസിന് വേണ്ടിയിട്ട് SFI ഉപയോഗിച്ചു കൊണ്ടിട്ട് ഇവിടെ വിജിൻ മറുപടിയിലേക്ക്. ഇവിടെ ശ്യാമയുടെ അടിസ്ഥാനമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറയുക, ജല്ലിക്കെട്ടിന്റെ വിഷയങ്ങളൊക്കെ എടുത്ത് എവിടെ ആരോടായി ശ്യാമ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും? നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നട്ടാൽ മുളക്കാത്ത കാര്യങ്ങൾ ഇവിടെ പറയരുത്. നിങ്ങൾ എന്താ പറയുക? രവീന്ദ്രൻ മാഷ് രവീന്ദ്രനാഥ് ചർച്ചയിൽ പറഞ്ഞു മുഴക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോയിരുന്നു. നിങ്ങൾ ആരോടെ തട്ടിപ്പ് പറയുന്നത്? 3 തവണ ഞാൻ ആ യോഗത്തിലിരുന്ന ഒരാളാണ്. നിങ്ങൾ പൊതുസമൂഹം തട്ടിപ്പ് ഞാൻ വികാരത്തിന് ആ രീതിയിലേക്ക് പോകുന്നത് നിങ്ങൾ പച്ചക്കള്ളം പറയുന്നു എന്നുള്ളതുകൊണ്ടാ. രവീന്ദ്രനാഥ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 3 തവണയാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് മുന്നോട്ട് വെച്ചത്. 3 തവണയും നിങ്ങൾ ഇതിന്മേൽ ചർച്ച നടത്താതെ മറ്റു പല കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോയി. പറഞ്ഞ വാക്ക്, ആ ചർച്ചയിൽ പറഞ്ഞ വാക്കുകളുണ്ട്. മാനേജ്മെന്റിന്റെ വീട്ടിലെ പാത്രം കഴുകി കൊടുക്കുമെന്ന് ഒരു വിദ്യാഭ്യാസ മന്ത്രിയോട് ആ വിദ്യാസംഘം, ഞാൻ ആരാണെന്ന് പറയുന്നില്ല ഈ യോഗത്തിൽ, ഈ ചർച്ചയുടെ ഭാഗമായി ആ രീതിയിലുള്ള ഭാഷകൾ ഉൾപ്പെടെ ആ ചർച്ചയുടെ ഭാഗം ഉപയോഗിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ച സൊല്യൂഷൻ നിങ്ങൾ പറയുന്നത് പകുതി വെച്ച് അദ്ദേഹം എഴുന്നേറ്റ് പോയി വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാലോ. അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ജസ്റ്റിസ് ദിനേശൻ കമ്മിറ്റിയെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ VC-മാരുടെ 4 അംഗ സമിതിയെ കുറിച്ച് തീരുമാനിച്ചു. ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ ടോട്ടലി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടുത്തെ വിഷയത്തിലേക്ക് വരാം. ഇവിടുത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞ അട്രോസിറ്റിയുടെ കേസ്, അത് നിയമപരമായി പോകും. അതിന്റെ കേസ് ഫയൽ ഉൾപ്പെടെ, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, സ്റ്റേഷൻ ഉൾപ്പെടെ വളരെ കൃത്യമായി ഭാഷാ യോഗത്തിൽ പറഞ്ഞു വെച്ചില്ലേ? അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് എന്താണ് ഈ നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി സബ് കമ്മിറ്റിക്ക് മുന്നാകിയുള്ള പരാതികൾ, അത് സബ് കമ്മിറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവ് കൊടുത്തിരിക്കുന്നു. സിൻഡിക്കേറ്റ് പരിശോധിക്കാൻ 6-ാം തീയതി സിൻഡിക്കേറ്റ് വെച്ചിട്ടുണ്ട് എന്ന് ആ യോഗത്തിൽ പറഞ്ഞില്ലേ? ഏറ്റവും അവസാനമായിട്ടില്ല സാർ പറഞ്ഞത്, മാനേജ്മെന്റ് ഇതാ ഇവിടെ ഉറപ്പ് തന്നില്ലേ? നിങ്ങൾ മാനേജ്മെന്റിനോട് വീണ്ടും മാഷ് ചോദിച്ചു, നിങ്ങൾ മാറ്റില്ലേ? മാനേജ്മെന്റിന്റെ പദ്ധതി പറഞ്ഞു മാറ്റും, മാഷ് പറഞ്ഞു മാറ്റും, മാറ്റി എന്നാണ് പറഞ്ഞത്. മാറ്റി എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വീണ്ടും ചോദിച്ചു നിങ്ങൾ പുതിയ പ്രിൻസിപ്പാളിനെ. അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ ചുമതല കൊടുത്ത വൈസ് പ്രിൻസിപ്പാളിന് യോഗ്യതയില്ല. എല്ലാവരും പറഞ്ഞു യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും മാഷ് ചോദിച്ചു യോഗ്യതയുള്ള പ്രിൻസിപ്പാളിനെ എപ്പോൾ നിങ്ങൾ നിയമിക്കും? അപ്പോൾ അവർ പറഞ്ഞു അത് നിയമപരമായ സമയം വേണം. മാഷ് പറഞ്ഞു യോഗ്യനായ ഒരാളെ നിയമത്തിനോട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിയമിക്കുമോ? അതിന്റെ മാനേജ്മെന്റ് മറുപടി പറഞ്ഞത് നിയമിക്കും. എന്നിട്ട് മാഷ് യോഗത്തിന് മുന്നാകെ വീണ്ടും പറഞ്ഞു ഇതാ പ്രിൻസിപ്പാളിനെ നിലവിൽ അവരുടെ ഗവേണിംഗ് കമ്മിറ്റി മാറ്റിയിരിക്കുന്നു. ഇനി പുതിയ പ്രിൻസിപ്പാളിനെ എത്രയും പെട്ടെന്ന് ഇതാ നിയമപരമായി നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളെല്ലാവരും ഈ സമരം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. എന്നിട്ട് മാഷ് കാത്തിരുന്നു. വീണ്ടും നിങ്ങൾ ചർച്ച അലസിപ്പിക്കാൻ ശ്രമിച്ചപ്പോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് നിങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ മുന്നോട്ട് വെക്കാനുള്ളത്. നിങ്ങളെല്ലാവരും സമരം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കുകയാണ്. 2.5 മണിക്കൂർ നിങ്ങളുമായി ചർച്ച നടത്തി. നിങ്ങൾ എന്താ പറയുന്നത്? മുഴുവിക്കാതെ വിദ്യാഭ്യാസ മന്ത്രി എഴുന്നേറ്റ് പോയിരുന്നു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ നിങ്ങൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് കേരളത്തെ പൊതുസമൂഹത്തോട് തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ ഇരുന്നതാണ് യോഗത്തിൽ ചെയ്യാം. നിങ്ങൾ പറയരുത്, തെറ്റ് പറയരുത്, കള്ളം പറയരുത്. നിങ്ങൾ നേരെ കാര്യങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാകണം. അതുകൊണ്ട് വളരെ കൃത്യമായിരുന്നു ഇവർ അജണ്ട. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അവിടുത്തെ വിദ്യാർത്ഥികളെ പഠനത്തെ തന്നെ തകർക്കുന്നവരായി നിങ്ങൾ മാറുകയാണ്. നിങ്ങൾ സമൂഹത്തോട് മാപ്പ് പറയേണ്ടതായി വരും ഈ വിഷയത്തിന്റെ പേരിൽ. നിങ്ങളുടെ മുദ്രാവാക്യം എപ്പോഴാണ് വിജയനെ മാറ്റിയത്? ഈ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ SFI ഉൾപ്പെടെ KSU ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് പ്രിൻസിപ്പലിനെ പൂർണ്ണമായും മാറ്റി നിർത്തുക അല്ലെങ്കിൽ രാജിവെപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് ലീഗലി ബൈൻഡിങ് ആയിരിക്കണം. ഇതും കൂടി ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അല്ലാതെ ഒരു പീറ കടലാസും കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയുകയാണ് ഇത് ഞങ്ങളെല്ലാം ഒത്തുതീർന്നു, മാനേജ്മെൻറ്റും SFIയുമായി ഒത്തുതീർന്നു, അതുകൊണ്ട് നിങ്ങളും സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുദ്രാവാക്യം അതായിരുന്നില്ല വിജയനെ. ഞങ്ങളുടെ മുദ്രാവാക്യം പ്രിൻസിപ്പലിനെ പൂർണ്ണമായും ലക്ഷ്മി നായർ ഇല്ലാത്ത ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു കലാലയമായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ പല സർവകലാശാലകളുടെയും കാര്യം ഇവിടെ വിജയൻ നേരത്തെ സൂചിപ്പിച്ചു. SFI പല സമരങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്.
പല സമരങ്ങളും വിജയിപ്പിക്കാനായിട്ട് വിദ്യാർത്ഥികളോടൊപ്പം നിന്നിട്ടുണ്ട്. എന്നാൽ ഈ സമരത്തിൽ SFI ആർക്കൊപ്പമാ? ഈ സമരത്തിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം SFIയുടെ പല നേതാക്കന്മാരും പറഞ്ഞു ഇവിടെ ക്യാമ്പസിനകത്ത് നമ്മൾ തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ട് സർക്കാരും മാനേജ്മെൻറ്റും SFIക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുമോ ആ ക്യാമ്പസിൽ SFI ക്ലാസ് തുടങ്ങിയാൽ എത്ര കുട്ടികളെ കൊണ്ടുവന്നിരുത്ത് പഠിപ്പിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ? SFIയോടൊപ്പം ഇന്ന് കുട്ടികളില്ല. ആ ഒരു ധൈര്യക്കുറവാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും തലയിൽ മുണ്ടിട്ട് ഫോൺ വിളിച്ച് മാനേജ്മെൻറ്റിൻ്റെ ഔദാര്യം കേണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനായിട്ട്. ഞങ്ങൾ ഈ സമരം നടത്തുമ്പോൾ അവിടെ ഒരു അക്രമവും നടത്തിയിട്ടില്ല. KSU ആകട്ടെ, ABVP ആകട്ടെ, ASF ആകട്ടെ, MSF ആകട്ടെ, അവിടെ ഒരു അക്രമവും നടത്തിയിട്ടില്ല. ഞങ്ങൾ വളരെ തികച്ചും സമാധാനപരമായിട്ടാണ് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ധൈര്യമുണ്ടോ വിജിന് പറയാൻ ഇവിടെ ക്യാമ്പസിൽ കലാലയം തുറന്ന് പ്രവർത്തിക്കുമ്പോൾ SFIക്ക് എത്ര കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുവാൻ കഴിയും? SFIക്ക് ധൈര്യമില്ല, മുട്ടിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ശ്രീ ബാബുജൻ, താങ്കൾ ടെലിഫോൺ ലൈൻ ഉണ്ടെന്ന് കരുതുന്നു. മറുപടി പറയാനുണ്ട്. എനിക്കൊരു മറുപടി പറയാനുണ്ട്. വിജിൻ പറഞ്ഞോളൂ. ഇവിടെ ഞാൻ പറഞ്ഞ, എനിക്ക് മുന്നേ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ എല്ലാ കാര്യത്തിനും ഞാൻ എണ്ണി മറുപടി തരാം. ഞങ്ങൾ എവിടെയും മുട്ടിടിച്ച് എവിടെയും മാറി നിന്നിട്ടില്ല. ഞങ്ങൾ അന്തസ്സായി കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ മുദ്രാവാക്യം മാറ്റിയെന്ന് പറയുന്നു. കേരളത്തിലെ ചാനലുകൾ മുഴുവൻ SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ എന്ന രീതിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയതാണ്. എന്താണ് ഞങ്ങളുടെ മുദ്രാവാക്യം? രാജിവെക്കണമെന്ന് തന്നെയായിരുന്നു. രാജിവെക്കാൻ തയ്യാറാവുന്നില്ല, അവരെ മാറ്റുന്നതിന് വേണ്ടി, പുറത്താക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് തയ്യാറാകണം. ഇത് രണ്ടും ശക്തമായി കൈരളി സ്റ്റുഡിയോ ഉൾപ്പെടെ വന്നിരുന്ന് കേരളത്തിലെ മറ്റ് ചാനലുകൾ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. അതെല്ലാം റെക്കോർഡാണല്ലോ, നിങ്ങളെടുത്ത് പരിശോധിച്ചോ. ആ മാനേജ്മെന്റിന്റെ ഭാഗമായി പ്രതീതികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ? രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി നിന്നാൽ ശരിയാവില്ല. അവരെ പുറത്താക്കാൻ തയ്യാറാവണം, അവരെ മാറ്റാൻ തയ്യാറാവണം. മാറ്റിയില്ലേ? ആ മുദ്രാവാക്യം വിജയ് നിങ്ങൾ പറഞ്ഞു പീറക്കടലാസ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേരളത്തിൽ ഏത് വിദ്യാർത്ഥി സമരമാണ് നിങ്ങൾ പീറക്കടലാസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും സമരം നടത്തിയിട്ടുണ്ടെങ്കിലല്ലേ ഏത് കടലാസിലാണെന്ന് ഒത്തുതീർക്കേണ്ടത് അറിയത്? സുഹൃത്തെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ നടത്തിയ ഏത് സമരമാണ്? ലീഗൽ പേപ്പറിൽ അവസാനിപ്പിച്ചുള്ള അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കാണിച്ചതാ ഒരു കടലാസ്? നിങ്ങൾ പോട്ടെ, കടലാസ് കാണിക്കണം. നിങ്ങൾ പറഞ്ഞ പീറക്കടലാസിലെങ്കിലും ഒത്തുതീർത്ത ഒരു കാര്യം നിങ്ങൾ കാണിച്ചു തരൂ. വലിയ വായിൽ വർത്തമാനം പറയുന്നത്. അതുപോലെ SFIയുടെ മുന്നിൽ നിങ്ങൾ എന്തൊക്കെയോ പറയരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പീറക്കടലാസ് എന്ന് പറഞ്ഞ അധിക്ഷേപിച്ചുവല്ലോ. നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ നടത്തിയ സമരത്തിന്റെ ഒരു ലീഗൽ പേപ്പർ നിങ്ങൾ കാണിച്ചു തരും മാധ്യമങ്ങളുടെ മുന്നിൽ. ഞാൻ വെല്ലുവിളിക്കാം. നിങ്ങൾ സമരം നടത്തിയിട്ടില്ല, എങ്ങനെയാണ് സമരം നടത്തേണ്ടത് നിങ്ങൾക്ക് അറിയില്ല, എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുന്നു. കേട്ടോ, ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. SFIയിൽ നിന്ന് ഒരു കുട്ടികളും പുറത്തു പോയിട്ടില്ല. എത്ര കുട്ടികളെ വേണം ക്ലാസ് തുടങ്ങി ആ ക്ലാസിനകത്തേക്ക് SFIയുടെ ഭാഗമായി കടന്നു വരാൻ കുട്ടികൾ തയ്യാറാണ്. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് വിജിൻ. സമയപരിമിതിയുണ്ട്. ഫക്രുദ്ദീൻ, ഏതായാലും ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. എങ്ങനെ പ്രശ്നം തീരും എന്നതാണ് ഇപ്പോഴത്തെ തീരുന്നത്? എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അവർ മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രശ്നം തീരുള്ളൂ. അത് തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു നിലപാട് കൂടി ഉണ്ടല്ലോ, അതും കൂടി മാറി നൽകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഹാർഷായിട്ടുള്ള ചില നടപടികൾ കൂടി വേണ്ടി വരും. അല്ലെങ്കിൽ പൊതുസമൂഹം എതിരായി. അങ്ങനെ പൊതുസമൂഹം എതിരായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാ രാഷ്ട്രീയക്കാരും പൊതുസമൂഹത്തിന് സപ്പോർട്ടോട് കൂടിയാണ് നിൽക്കുന്നത്. പാർട്ടി അനുഭാവികൾ അല്ലെങ്കിൽ പാർട്ടിക്കാർ 10%, ബാക്കി പൊതുസമൂഹമാണ് എല്ലാ പാർട്ടികളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും മാനിക്കേണ്ടതായിട്ടും നമുക്ക് കുട്ടികളെ പഠനം പൂർത്തിയാക്കുക, ആ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തുക, ഇതാണ് പ്രധാനം. അല്ലാതെ നാരായണനാഥ് ലക്ഷ്മി നായർ നമ്മുടെ പ്രശ്നമല്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ അതിശക്തമായ ഇടപെടൽ വേണം. പറ്റുമെങ്കിൽ ഈ സാധനം എടുത്തു മാറ്റണം. കാരണം രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ രീതി കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത്. അതിൽ രണ്ട്, കുട്ടികൾ തന്നെ ക്ലാസ്സിലും കയറാത്ത നടക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇന്ത്യയിലെ കൊടുത്തിട്ട് നല്ല ടീച്ചേഴ്സാണ് അവർക്കെതിരെ നടപടി എടുപ്പിക്കുന്ന രീതി, കള്ളക്കേസ് കൊടുക്കുന്ന പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇന്ത്യയാണ് രണ്ട് ഇരുതല മോശമുള്ള വാളാണ് മാറ്റുന്നത്. രണ്ട്, ഇവിടെ ഈ പറയുന്ന പാഠപുസ്തകത്തിൻ്റെ കാര്യം അദ്ദേഹം KSU പറഞ്ഞു. അദ്ദേഹം KSUവിൻ്റെ ശക്തിയും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ അന്ന് ആ പാഠപുസ്തകം മാറ്റാൻ കാരണം വെച്ചാൽ രണ്ടാം വിമോചന സമരത്തിന് വേണ്ടി ഇവിടെയുള്ള സകല കമ്മ്യൂണൽ ഫോഴ്സസ് ഒരുമിച്ച് രംഗത്ത് വന്നുകൊണ്ട് ഇനി EMS പറ്റി അബദ്ധം ഞങ്ങൾക്ക് പറ്റില്ല എന്നുകൊണ്ട് മാറ്റിയതാണ്. ഞാൻ നിങ്ങളെ ശക്തി കുറച്ച് കാണിക്കുന്നില്ല, പക്ഷെ അതിന് കാരണം സമയം കഴിഞ്ഞതുകൊണ്ട് ക്ഷമിക്കണം. വളരെ നന്ദി ശ്രീ ഫക്രുദ്ദീൻ, ഒപ്പം തന്നെ ഡോക്ടർ M ജീവൻലാൽ, ആനന്ദ്, ഒപ്പം ശ്യാംരാജ്, ശ്രീ വിജിൻ, ബാബുജൻ, ഏതായാലും ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. സമയപരിമിതി കൊണ്ടാണ് ചർച്ച ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.